നമസ്കാരം. കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞതോടുകൂടി സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള പ്രതിഫലം കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ഒരു മലയാള ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വമ്പൻ പ്രതിഫലമാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത്. ചിത്രീകരണത്തിന് ഡേറ്റ് കൊടുക്കുന്നതിന് പുതിയ നിബന്ധനകളും വച്ചിട്ടുണ്ട്. അഡ്വാൻസ് തുകയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രധാന നിബന്ധന. കാരണം ഇനി അഭിനയിക്കാൻ വരുമ്പോൾ നടൻ മാത്രമല്ല, കേന്ദ്രമന്ത്രി കൂടിയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചിരിക്കണം. 5 ദിവസം അല്ലെങ്കിൽ പരമാവധി ഒരാഴ്ചയെ മാത്രമേ ഡേറ്റ് അനുവദിക്കുകയുള്ളൂ. അത് കഴിഞ്ഞുള്ള ഡേറ്റ് പിന്നീട് സൗകര്യം പോലെ ക്രമീകരിക്കണം എന്നാണ് നിർമ്മാതാക്കളെ അറിയിച്ചിരിക്കുന്നത്. മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളതിനാൽ ഘട്ടം ഘട്ടമായിട്ട് ഡേറ്റ് നൽകാനാവൂ എന്നാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന. സിനിമാ ഷൂട്ടിങ്ങിന് എത്തുമ്പോൾ പിന്നെ മറ്റു ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 2 കാരവാനുകൾ സജ്ജീകരിക്കണം എന്നതാണ് മറ്റൊരു നിബന്ധന. ഒരു കാരവാൻ സുരേഷ് ഗോപിക്കും മറ്റൊന്ന് മന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. ഉയർന്ന പ്രതിഫലവും അധിക ചെലവുണ്ടാകുന്ന നിബന്ധനകളും മുന്നോട്ട് വെച്ചതോടെ സുരേഷ് ഗോപിയെ നായകനായി പ്രഖ്യാപിച്ച പല പ്രോജക്റ്റുകളിൽ നിന്നും നിർമ്മാതാക്കൾ പിന്നോട്ട് പോയിരിക്കുകയാണ്. കാര്യം, ഇത്തരത്തിൽ പണം മുടക്കിക്കഴിഞ്ഞാൽ കുത്തുവാള എടുക്കേണ്ടി വരുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ കമ്പനിയുടെ പ്രോജക്റ്റും ഇത്തരത്തിൽ ഉപേക്ഷിച്ചവയിൽ ഉൾപ്പെടുകയാണ്. വൻ പ്രതിഫലം നൽകി സിനിമ നിർമ്മിച്ചാൽ തിയേറ്ററുകളിലും OTTയിലും ഓടിച്ചാലും മുടക്കുമുതൽ പോലും ലഭിക്കില്ലെന്ന് നിർമ്മാതാക്കളുടെ നിലപാട്. സുരേഷ് ഗോപിക്ക് വൻ പ്രതിഫലം നൽകി പടമെടുത്താൽ മറ്റ് നടീനടന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പ്രതിഫലവും മറ്റ് ചെലവുകളുമായി 20 കോടി രൂപയെങ്കിലും മുടക്കേണ്ടി വരും. ചിത്രം സൂപ്പർ ഹിറ്റായില്ലെങ്കിൽ ഈ തുക തിരിച്ചു പിടിക്കാനാവില്ലെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ നായകനാക്കി മെഗാ ചിത്രമായി ആസൂത്രണം ചെയ്ത ശ്രീപത്മനാഭൻ എന്ന ടൈറ്റിലുള്ള ചിത്രം പോലും ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയതെന്നും നിർമ്മാതാക്കൾ പറയുന്നു. പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രോജക്റ്റുകളിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. നേരത്തെ കാസ്റ്റ് ചെയ്ത ശേഷം ഒഴിവാക്കിയാൽ മറ്റ് വിവാദങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് മമ്മൂട്ടി കമ്പനി പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നത്. കേന്ദ്രമന്ത്രിയായ ശേഷമാണ് സുരേഷ് ഗോപി സിനിമയുടെ പ്രതിഫല തുക കുത്തനെ ഉയർത്തിയത്. ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് ആഘോഷിച്ച കാപ്പൻ എന്ന ചിത്രത്തിന് 3 കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത്. 2.5 കോടിക്ക് കരാറായ ശേഷം പിന്നീട് ഡബ്ബിംഗ് സമയത്ത് 1/2 കോടി കൂടി പ്രതിഫലം ആവശ്യപ്പെടുകയായിരുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ ഗരുഡയ്ക്ക് 7 കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത്. കേന്ദ്രമന്ത്രിയായ ശേഷം ഒറ്റയടിക്ക് 10 കോടി രൂപയായി പ്രതിഫലം ഉയർത്തിയതായിട്ടാണ് അറിയുന്നത്. അത് നിർമ്മാതാക്കളെ ആകെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപി ചിത്രങ്ങൾക്ക് OTT വിപണിയിൽ വലിയ മൂല്യമില്ലാത്തതുകൊണ്ട് ഒരു തരത്തിലും പ്രോജക്റ്റ് ലാഭമാകില്ലെന്നതാണ് നിർമ്മാതാക്കളെ നേരിടുന്ന വലിയ പ്രശ്നം. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപിയിലൂടെ മലയാള സിനിമ ഇനിയിപ്പോൾ പൂട്ടിപ്പോകാനുള്ള എല്ലാ സാധ്യതയുമാണോ കാണുന്നത്?